അമേരിക്കയുടെ പടക്കപ്പൽ ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അല്പം ദൂരം മാറിക്കൊണ്ട് ഈ അറബിക്കടലിലേക്ക് നങ്കൂരമിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയും സ്വസ്ഥത കൊടുക്കാത്ത രൂപത്തിലാണ് അമേരിക്കയുടെ ആ കപ്പലിലെ ഇപ്പോഴത്തെ അവസ്ഥ. അഥവാ ഷഹദ് 139 എന്ന് പറയുന്ന ആ ഒരു ഡ്രോണ് പല തവണകളായിട്ട് ഈ കപ്പലിൻ്റെ മുകളിലൂടെ പറക്കുകയും നിരീക്ഷണ പറക്കൽ വിജയകരമായി അവസാനിപ്പിക്കുകയും ചെയ്തുവെന്ന് ഇറാൻ്റെ ഭരണകൂടം ലോകത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുത്തപ്പം ഇതൊക്കെ വലിയ ഒരു മോശമായിട്ട് ഒരു ഷെയിമായിട്ടാണ് ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടെ വർക്ക് ചെയ്യുന്ന സൈന്യം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പറക്കലിൻ്റെ ഭാഗമായിട്ട്, അഥവാ ഇന്നലെ രാത്രിയാണ് സംഭവം, ആ പറക്കലിൻ്റെ ഭാഗമായിട്ട് ആ ഡ്രോൺ ഷഹദ് 139 എന്ന് പറയുന്ന ഡ്രോണ് ആ കപ്പലിൻ്റെ മുകളിലൂടെ പറന്നപ്പം വെടിവെച്ചിടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്: ഞങ്ങളുടെ കപ്പലിനെ ആക്രമിക്കാൻ വന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവൻ്റെ രക്ഷയ്ക്കും ഞങ്ങളുടെ കപ്പലിൻ്റെ രക്ഷയ്ക്കും ഞങ്ങളുടെ എല്ലാ സംവിധാനത്തിൻ്റെ രക്ഷയ്ക്കും കൂടി ഞങ്ങൾ ഫൈറ്റർ ജെറ്റ് 35 എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് അതിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 10,000 രൂപ വരുന്ന സാധനത്തിന് ലക്ഷോപലക്ഷം രൂപയുടെ ആവശ്യം വന്നു തകർക്കാൻ. അഥവാ ഫൈറ്റർ ജെറ്റ് പറന്നു പൊന്തിയിട്ട് അവിടെ നിന്ന് പോയിട്ട് വെടിവെച്ച് താഴിട്ടുമെന്ന് നാണമില്ലാതെ പറയുന്ന ഒരു വിഭാഗമായി ആ അമേരിക്കൻ സൈന്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വാർത്തയിൽ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, മറ്റൊരു വിഷയം കൂടി ഉള്ളത്, ഈ അമേരിക്കയുടെ സൈന്യം ഇത് തകർത്താലും അതിൻ്റെ തൊട്ട് നിമിഷങ്ങൾക്കപ്പുറം അതേ ശ്രേണിയിൽപ്പെട്ട 139 ഷഹദ് എന്ന് പറയുന്ന ഡ്രോണിനെ വീണ്ടും പറത്തി വിട്ടു അമേരിക്കയ്ക്ക് മുമ്പിലായിട്ട്. അമേരിക്കയോട് വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ അത് വളരെ ഗംഭീരമായിട്ട് അതെല്ലാവരും കാര്യങ്ങൾ നടത്തുകയും തിരിച്ച് ഇറാൻ്റെ ഭാഗത്തേക്ക് വരികയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ മറ നീക്കിയിട്ട് കാര്യങ്ങളൊക്കെ മറന്ന് നീക്കാൻ വേണ്ടി പറയുന്നൊരു വാക്കുണ്ട്: ഞങ്ങളതിനെ കണ്ടിരുന്നു, പക്ഷേ വെടിവെച്ചിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വേണ്ടില്ലായിരുന്നു പരിപാടി. ഈ കപ്പലും കൊണ്ട് ഓടിച്ച് ഇവിടം വരെ വന്നു, എന്തിനാ വന്നത് എന്ന് മറന്നുപോയൊരവസ്ഥയാണ്. ആ ലെവലിലാണ് ഇപ്പോൾ ഈ കപ്പലിൻ്റെയും കപ്പറ്റാൻ്റെയും അതുപോലെ സൈന്യത്തിൻ്റെയൊക്കെ അവസ്ഥ. ഈ ഇറാൻ ആകട്ടെ ഒരാണ് വിട്ടുകൊടുക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഭംഗിയായിട്ട് അവരുടെ ഓപ്പറേഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ രണ്ടാമത്തെ ഡ്രോണിനെ ഒരു ആക്രമണം നടത്താതെ തിരിച്ചു പോകുന്നവരെ ഇറാൻ പറയുന്നത് ഞങ്ങൾ അവരുടെ അവരുടെ റഡാർ സംവിധാനങ്ങൾ വെട്ടിച്ചുകൊണ്ടാണ് 10 മണിക്കൂറോളം ആ ഏരിയകളിൽ തന്നെ നിരീക്ഷണ പറക്കൽ നടത്തിയത്. അവർക്ക് തൊടാൻ പോലും കിട്ടിയിട്ടില്ല. അതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നു, പക്ഷേ അത് ഞങ്ങൾ ഒഴിവാക്കിയതാണ്. ഇത്ര തരം താണ്ടുള്ള ലോക പോലീസിൻ്റെ സൈന്യം എത്രത്തോളമാണ് ഇവിടെ സമാധാനത്തിന് വേണ്ടി വില കൽപ്പിക്കുന്നത്? എല്ലാവിധ പിന്തുണയും അവർക്കുണ്ടായിട്ടും സംവിധാനങ്ങളുണ്ടായിട്ടും ഇറാൻ എത്രമേൽ പേടിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ചങ്കൂറ്റമാണ്, അവരുടെ ആവേശമാണ്, ആ രാജ്യത്തിനോടുള്ള കൂറാണ്. ഒറ്റ കൊടുക്കാത്ത രാജ്യകുടുംബം, രാജ്യഭരണാധിപന്മാർ ആ രാജ്യത്തിനുണ്ട് എന്ന് അമേരിക്കയും ഒന്നാകെ ലോകവും മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കാൻ പോയി ആ ഡ്രോണിനെ താഴെ ഇട്ടു എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. നിരീക്ഷണ പറക്കൽ നടത്തുമ്പം അതിനെ ആക്രമിച്ച് താഴിട്ടു എന്നതാണ് ആ തെറ്റ്. അമേരിക്ക സൈന്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഇറാൻ മറുപടി പറയുകയും ചെയ്തു: അടുത്തത് വരുന്നുണ്ട്, ചെയ്യാൻ പറ്റുമോ നോക്കും എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ചെയ്ത അതിനുള്ള വിവരം നിങ്ങൾ അറിയുമെന്നുള്ളതാണ്. അതിൻ്റെ പവർഫുള്ളായിട്ടുള്ള കമാൻഡിംഗ് ഒന്നും ആ സൈന്യത്തിന് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. കൊടുക്കേണ്ട കമാൻഡർ ഈ ട്രംപാണ്. ആ ട്രംപാണെങ്കിൽ ഉടുത്തതിൽ മുള്ളിയത് മാതിരി ആകെ പെട്ടെടുക്കുക. ഒരു വഴിക്ക് എപ്സ്റ്റൈൻ ഫയൽ, മറ്റു വഴിക്ക് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഞങ്ങളെ ഭൂമിയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ അനുവദിക്കില്ല, ജോർദാനും പറഞ്ഞ് അനുവദിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലെത്തിയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്നിടത്ത് കാര്യങ്ങൾ വന്നു എന്ന് തോന്നുന്നു. എന്താണ് സത്യസന്ധമായിട്ട് ഈ വാർത്തയെ നമ്മൾ വളച്ചൊടിക്കാതെ പറയുകയാണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി പോയതല്ല. നമ്മുടെ പല മാധ്യമങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കുന്ന കണ്ടു. ആക്രമിക്കാനുള്ള സ്ഥിരമായ നിരീക്ഷണം പറക്കൽ നടത്തിയതാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്ക താഴ്ത്തി ഇട്ടതാണ്, അതിനെ തകർത്ത് കളഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ വെല്ലുവിളി വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് അതേ സീരീസിലുള്ള ഡ്രോണ് വീണ്ടും അയച്ചു. അതിനെ തൊടാൻ അമേരിക്കയ്ക്ക് ധൈര്യമില്ലാതെ അത് വളരെ ഭംഗിയായിട്ട് നിരീക്ഷണ പറക്കലിന് ശേഷം സ്വതന്ത്രമായിട്ട് അത് തൻ്റെ രാജ്യത്തേക്ക് വരികയും ചെയ്തു എന്ന് IRGC മിലിറ്ററി ന്യൂസിൽ കാണാൻ പറ്റും. അപ്പോൾ അമേരിക്ക എവിടെ എത്തി എന്നുള്ളത് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ. ഇതൊരു സെക്കൻഡറി ചാനലാണ്, സപ്പോർട്ടീവാണ്.